നമസ്കാരം. നമ്മുടെ ഭക്ഷണക്രമത്തിൽ പലപ്പോഴും പച്ചക്കറികളുടെ ഉപയോഗം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് വേവിച്ച ആഹാരങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേവിക്കാത്ത പച്ചക്കറികൾ. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒട്ടനവധി രോഗങ്ങൾക്ക് ശമനം ലഭിക്കും. നമ്മൾ അറിഞ്ഞും അറിയാതെ തന്നെ പല രോഗങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കോവയ്ക്ക, പടവലങ്ങ, റാഡിഷ്, ക്യാബേജ്, ചീര, ഇതെല്ലാം അല്പാൽപ്പം അരിഞ്ഞ് ഹാഫ് കുക്ക്ഡായിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. സലാഡുകൾ ഉണ്ടാക്കുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തക്കാളി, ക്യാരറ്റ്, സവാള എന്നിവ കൂടാതെ നമുക്കതിൽ പിഞ്ച് കോവയ്ക്ക, പിഞ്ച് വെണ്ടയ്ക്ക, തേങ്ങ അല്പം ചേർത്ത് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, മുതിര, ചെറുപയർ, കടല, നിലക്കടല എന്നിവയൊക്കെ ചേർത്ത് സ്വാദിഷ്ടമായ സലാഡ് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ആഹാരത്തിൽ 2 നേരമെങ്കിലും ഈ തരത്തിലുള്ള സലാഡുകൾ കൂടി ചേർത്താൽ വളരെയധികം പോഷകഗുണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തും. അത് നമ്മുടെ മുഖകാന്തിക്കും ത്വക്കിനും ഒക്കെ വളരെ ഗുണം കിട്ടും. പച്ചയായ പച്ചക്കറികൾ കഴിക്കാൻ സാധിക്കുന്നവർ അതേപോലെ തന്നെ കഴിക്കുക, ചവച്ചരച്ച് കഴിക്കുക, സലാഡായിട്ട് കഴിക്കുക. അല്ലാത്തവർ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാഫ് കുക്ക്ഡായിട്ട് ഒരു ബൗൾ അല്ലെങ്കിൽ ഒരു ഹാഫ് ബൗള് നിങ്ങളത് ആഹാരത്തിൻ്റെ കൂടെ, ഇപ്പോൾ ചോറാണെങ്കിൽ ചോറിന് മുൻപ്, ചപ്പാത്തി ദോശയൊക്കെ കഴിക്കുന്നതിന് മുൻപ് ഇത് കഴിക്കുക. അങ്ങനെ കുറച്ചും കൂടി അത് ടേസ്റ്റി ആയിട്ട് രസകരമായിട്ട് കഴിക്കാനായിട്ട് അല്പം വേണമെങ്കിൽ തേങ്ങ ചിരണ്ടി ഇടുക, അല്പം ഡേറ്റ്സ്, ഈന്തപ്പഴം കുത്തി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിടുക, കിസ്മിസ് ചേർക്കാം, 1 സ്പൂൺ തേൻ ചേർക്കാം. ഹണി ചേർത്തുള്ള സലാഡായിട്ട് കുട്ടികൾക്കും അത് വളരെ രസകരമായിട്ട് തോന്നും. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാം, കളർഫുൾ ആവാൻ വേണ്ടി ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തിടാം. അങ്ങനെ സലാഡ് ഒരു ഹെൽത്തി ഫുഡായിട്ട്, ഭക്ഷണമായിട്ട് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുവാനും സുഖകരമായ ഒരു ഡൈജഷൻ സിസ്റ്റത്തിലേക്ക്, ദഹന വ്യവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകാനും സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും ആരോഗ്യമുള്ള സന്തോഷപ്രദമായ ഒരു ജീവിതം നേരുന്നു. നന്ദി, നമസ്കാരം.